സീറ്റ് ബെൽറ്റ് ഇത് എയർ ബാഗ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എയർ ബാഗ് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതിനകത്ത്. ഇല്ല. കാരണം എയർ ബാഗ് ഉള്ള കാറാണ്. അത് വിശദമായിട്ട് നോക്കിയാലേ പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. എയർ ബാഗ് വർക്ക് ചെയ്തിട്ടില്ല. എയർ ബാഗ് ഓപ്പൺ ആയിട്ടുള്ളതായിട്ട് കാണുന്നില്ല ഇതിൽ. കാണുന്നില്ല. വാഹനം മാറ്റിയിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് എയർ ബാഗുകൾ ഉള്ളതാണല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ മോഡൽ കറക്റ്റായിട്ട് വിശദമായിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനെപ്പറ്റി. അപ്പോൾ ഇപ്പം കൂടുതലൊരു വിശദീകരണത്തിന് സാധ്യമല്ല. ഡിപ്പെൻസ്. അപ്പം കൂടുതൽ വാഹനം പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വിശദമായിട്ട് പരിശോധിക്കാറുണ്ട്. അതിനുശേഷം അധികാരികളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. വെളുപ്പിനെയാണ് സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോയിട്ടുള്ളതിനാണ് സാധ്യത എന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. എയർ ബാഗ് വർക്ക് ചെയ്തിട്ട് കാണുന്നില്ല. ഓക്കെ, താങ്ക് യു. നടപടികളെടുക്കും, തീർച്ചയായിട്ടും നടപടികളുണ്ടാവും. സ്പീഡ് ബ്രേക്കറൊക്കെ വെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമിത വേഗതയാണ് ഇപ്പോൾ ഈ തീർത്ഥാടന സീസണും കൂടെ ആയതുകൊണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിലെ മേലധികാരികളോട് ആലോചിച്ച് അതിലൊരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ശരി, അതെ. സുജിയ, വാഹനത്തിന് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തം. ഈ മോഡൽ വാഹനങ്ങൾക്ക് എയർ ബാഗ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വാഹനത്തിന് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല. 4 പേരുടെ മരണത്തിന് കാരണം ഈ എയർ ബാഗ് ഇല്ലാത്തതും അമിത വേഗതയും എന്ന് തന്നെ വേണമെങ്കിൽ കാരണം പറയാം. അത്രയും വാഹനത്തിൽ നമ്മൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പാലിക്കേണ്ടതാണ്. ഈ വാഹനത്തിന് സമയത്ത് എയർ ബാഗ് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് MVAയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിയത് എല്ലാവരും തന്നെ പറയും. എന്തായാലും വാഹനം ഈ സ്ഥലത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. സുജയ, ഈ പ്രദേശത്ത് അപകടം പതിവാണെന്നുള്ള പരാതി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹാരം. ഈ പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ പോലുള്ള സാധനങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ തീർത്ഥാടന സീസണാണ്. ശബരിമലയിലേക്ക് നിരവധി തീർത്ഥാടകർ ഇതുവഴി പോകുന്ന സമയമാണിപ്പോൾ. അപ്പം ഇന്നലെയും കൂടെ അപകടമുണ്ടായി. ഇന്ന് അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. എന്നിങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ പോലീസിനോടും അതുപോലെ മാധ്യമങ്ങളോടും പറഞ്ഞു. വേണ്ട നടപടികൾ ചെയ്യാമെന്നാണിപ്പോൾ MVD പറഞ്ഞിരിക്കുന്നത്. സുജയ, ദിലീപ് ദേവസയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മുറിഞ്ഞകല്ലിലാണ് ഈ അപകടം ഉണ്ടായത്. ആ അപകടം നടന്ന നിരത്തിൽ നിന്ന് വാഹനം വശത്തേക്ക് മാറ്റിയിട്ടതോടെ അവിടെ എത്തിയവരുടെയൊക്കെ ജോലി കഴിഞ്ഞു. പക്ഷേ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, ആ പാതയിൽ പൊലിഞ്ഞത് 2 കുടുംബങ്ങളുടെ സ്വപ്നമാണ്. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ. ദിലീപ് വിദേശത്ത് ജോലിയുള്ള ഒരാൾ നാട്ടിലെത്തി, വിവാഹം കഴിച്ചു. അതിനുശേഷം മലേഷ്യയിൽ അവർ ഹണിമൂണിന് പോകുന്നു. അതിനുശേഷം അവരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, നവംബർ 30-നാണ്. കല്യാണക്കുറി കണ്ടില്ലേ ദിലീപ്? നവംബർ 30-ന് വിവാഹം കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ട്രിപ്പ് പോയതാകും. അതിനുശേഷം തിരിച്ചവരെ വിളിച്ചുകൊണ്ടുവരാൻ 2 പേരുടെയും അച്ഛന്മാർ ഒന്നിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുന്നു. പ്രതീക്ഷയോടെ തിരിച്ചു കൊണ്ടുവരുന്നു. ആ വഴിയിലാണ് അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച. ദിലീപ് ദേവസയാണ് തത്സമയ വിവരങ്ങൾ മുറിഞ്ഞകല്ലിൽ നിന്ന് നൽകിയത്.